സിൻഡിക്കേറ്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് ഭയങ്കര കളി തന്നെ, ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറയില്ലേ, നമ്മൾ പൊളിറ്റിക്സിൽ കാണുന്നതിൻ്റെ അപ്പുറമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ജയിക്കാന്നുള്ളത്. കാര്യം ഞാൻ ഇന്ന് വരെ ഒരാളെ ദ്രോഹിക്കുക, ഒരു തെറ്റായ പ്രവർത്തിയോ ഒന്നും ഞാൻ ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അത്രയും ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ്. എന്താണ് ഈ ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറയാനുള്ള? ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യം എന്തോ ഒരു വർഷം മുമ്പ് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവും. അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അതെടുത്ത് ഇലക്ഷൻ പ്രചാരണമായിട്ട് നടത്തി അയാളെ തോൽപ്പിക്കുക എന്നുള്ള ഒരു മഹാവൃത്തികെട്ട ഏർപ്പാട് പല രീതിയിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം സത്യം ജയിച്ചില്ലേ? ഇപ്പോൾ കുക്കു പരമേശ്വരനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു, ശ്വേതാ മേനോനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവർ ജയിച്ച് കാണിച്ചല്ലോ. ഇനിയെങ്കിലും അമ്മയിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുമോ? അത് നമുക്ക് ഇനി പറയാൻ പറ്റില്ല. ഇനി വരുന്ന കാലം എന്ത് തെളിയിക്കും എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ അമ്മയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ തെളിയേണ്ടിയിരിക്കുന്നു. ഈ മുന്നിൽ നിൽക്കുന്ന ഇവരൊക്കെ വിട്ടു പോകാൻ പാടില്ല. മോഹൻലാലും മമ്മൂക്കയും അതുപോലെ സുരേഷ് ഗോപി ഇവരൊക്കെ ഇതിനകത്ത് വേണം. ഇവരുണ്ടെങ്കിലേ അമ്മയേ ഉള്ളൂ. അവരെ കൊണ്ടാണ് അമ്മ നേടുന്നത്. വെച്ചാൽ എന്തൊരു സ്റ്റാർ പ്രോഗ്രാം നടത്താനും എന്ത് നടത്താനും ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഇതിനകത്ത് പണം വരുന്നത്. പണം വന്നാലേ ഈ പാവപ്പെട്ടൊരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എത്ര പാവങ്ങളുണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവങ്ങൾ. അത് ഇതിനകത്ത് കളിക്കുന്ന കുറേ പേര് കൈയിട്ട് വരുന്നവരുണ്ട്, ശരിക്കും കൈയിട്ട് വാരി കൊണ്ടുപോകുന്നവരുണ്ട്. ഞാൻ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കുന്നവൻ ചുരുക്കമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പിച്ചച്ചട്ടിക്കകത്ത് കൈയിടുന്നവരായി പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരി കൊണ്ടുപോയി. അതിന് മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പൊ വരുന്ന പുതിയ കമ്മിറ്റി അതിനു വേണ്ടി ശ്രമിക്കണം. അതിന്റെ പഴയ കണക്കുകളുണ്ട്, എത്ര കണക്കുകൾ തെളിയിക്കാനുണ്ട്, പഴയ കണക്കുകൾ തെളിയാണ്ട് കിടപ്പുണ്ട്. എത്ര പൈസയുടെ കണക്കുകൾ ഇതുവരെ തന്നിട്ടില്ല. വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് ഇവിടെ. വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് അമ്മയ്ക്കകത്ത്. യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അത് തെളിയിക്കണം ഇവര്. തെളിയാൻ വേണ്ടിയാണ് ഇതുപോലെ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ള എനിക്കൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞ ആരും വരട്ടെ, വന്നവർ അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇത് തെളിയിക്കണമെന്നുള്ളത്. ഒരു വൃത്തികെട്ട പൊളിറ്റിക്സിന്റെ ഇടമായി അമ്മ മാറി. അല്ല, മാറി എന്ന് പറഞ്ഞാൽ മാറ്റുന്നതാണ് കുറച്ച് പേര്, എല്ലാവരും അല്ല. പേര് പറയാൻ പാടില്ല ഇതിൽ. അല്ല, 506 പേരിൽ എല്ലാവരും മോശപ്പെട്ടവരൊന്നുമില്ല. അതിൽ ഞാൻ പറഞ്ഞ ഒരു കൊട്ട ടൊമാറ്റോ കൊടുത്താലും ഒരെണ്ണം ചീഞ്ഞ ഉണ്ടെങ്കിൽ മതിയല്ലോ. ഒരു തലവനായിട്ടിരിക്കുന്ന ഒരുത്തൻ മതിയല്ലോ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി. അയാളെ ചുറ്റി അത് നിങ്ങൾ സങ്കല്പിക്കാം. എനിക്ക് അതേ ഉള്ളൂ. അല്ല, എനിക്കെന്ത് പേടി എന്നാണ്? ഞാൻ എന്തിനൊരാളുടെ വ്യക്തി പേരെടുത്ത് പറയണം? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.